എന്തുകൊണ്ടാണ് താജ്മഹൽ ലോകാത്ഭുതമായത്? നമ്മൾ ഇന്നത്തെ ഡേ തുടങ്ങുകയാണ്. രാവിലെ നീച്ച് നമ്മൾ വെയിറ്റിംഗ് റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ തിരഞ്ഞു പോവാണ്. സമയം 7:10 ഇന്ന് ആഗ്രയ്ക്ക് പോകാനാണ് നമ്മളെ പ്ലാന്. ആഗ്രയ്ക്കുള്ള ട്രെയിന് 8:20 എടുത്തിട്ടുണ്ട്. ഇവിടുന്നൊരു സൂപ്പർ ഫാസ്റ്റിന് 2 മണിക്കൂറും ജനറലൊരു 3 മണിക്കൂറുമാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രിപ്പിൽ കാര്യമായിട്ട് ടൈമിംഗ് ഇല്ലാത്ത സംഗതി കേട്ടോ. ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ടീ മാത്രം കുടിച്ചുകൊണ്ട് നമ്മളിതാ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. ആഗ്രയ്ക്കുള്ള ട്രെയിൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിന് കാത്തു നിൽക്കുകയാണ്. നല്ല സൗണ്ട് ആണല്ലേ. നമുക്ക് ആഗ്രയ്ക്കുള്ള ട്രെയിന് കാത്തു നിൽക്കുകയാണ്. 8:20 ട്രെയിൻ ഇപ്പോൾ വരും. നമ്മൾ ഒരു സൂപ്പർ ഫാസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 2 മണിക്കൂറും 17 മിനിറ്റാണ് കാണിച്ചത്. നല്ല തിരക്കുണ്ട് ഇവിടെ. പറ്റിക്കൂല, പറയാൻ പറ്റൂല. പുതിയ ആൾക്കാർ, പുതിയ കൾച്ചർ, പുതിയ സംസാരം എന്നൊക്കെ പറയല്ലേ എനിക്കിഷ്ടാട്ടോ. അറിയാത്ത ആൾക്കാരോട് സംസാരിക്കാനും ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയൊരു സീറ്റ് കിട്ടുകയും ചെയ്തു. ഇവരൊക്കെ ഫുൾ സെറ്റപ്പിലാട്ടോ വന്നിട്ടുള്ളത്. ഓരോ കയ്യിൽ ഇഷ്ടം പോലെ ഫുഡ് ഐറ്റംസ് ആയിരുന്നു. ഓരോ സമയത്ത് ഓരോന്നും ഇങ്ങനെ പുറത്തെടുക്കണതാണ്. കണ്ടോ ആ ചേച്ചിൻ്റെ കയ്യിൽ എന്തോ ഒരു അരിപ്പൊരി പോലത്തെ സാധനമൊക്കെ കേട്ടോ. ഫുൾ ടൈം തീറ്റുന്ന പോലെ പരിപാടി. അതിന് നമ്മളിത് ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഒരു ചെറിയ സ്റ്റേഷനാണ്, അധികം ഒച്ചും ബഹളമൊന്നും ഇല്ലാത്ത ചെറിയ സ്റ്റേഷൻ. ഇവിടെ ക്ലോക്ക് റൂം നല്ല ചീപ്പാട്ടോ. ഡൽഹിത്തെ അത്ര പ്രൈസും ഇല്ല. നമ്മൾ മെയിൻ ലഗേജ് ഒക്കെ ഇരിക്കുന്നത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ നമ്മളെ ചെറിയ ലഗേജ് ഉണ്ടായിരുന്നു, അത് ഇവിടെ കൊടുത്ത് സെറ്റ് ചെയ്തു കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ ടാക്സി വിളിച്ച് നേരെ പോയത് ഗാനയ്ക്കായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അവിടെ കിട്ടിയത് എന്താണെങ്കിലും കഴിക്കാന്നുള്ളതായിരുന്നു ഉദ്ദേശം. എന്നെ ഫുഡ് കഴിച്ചതാ നമ്മൾ റാഹത്തായി അവിടെ നിന്ന് ഇറങ്ങിട്ടോ. നേരെ പോണ ഒറ്റ ഉദ്ദേശമുള്ളൂ, താജ്മഹൽ കാണാന്നുള്ളതാണത്. നമുക്കിവിടെ ഒറ്റ ദിവസത്തെ പ്ലാനാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഫുള്ള് കവർ ചെയ്ത് പോകാന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഷെയർ ടാക്സി എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം ഫുള്ള് ഒരുപാട് ചുറ്റി കാണിക്കുക എന്നുള്ളൊരു എഗ്രിമെന്റിലാണ്. അങ്ങനെ ഇതാ താജ്മഹലിന്റെ എൻട്രൻസിൽ നമ്മൾ കയറിയാണ്. ഇവിടെ കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാണ്ടെന്ന് തോന്നുന്നു. കാരണം ഇവിടെ താജ്മഹലിന്റെ ലുക്കും കാണാൻ ഒരു കാട് പോലെ മാത്രമാണ് ഫീൽ ചെയ്യുന്നത്. നിറയെ മങ്കീസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ. താജ്മഹലിക്കല്ലേ പോയിക്കൊണ്ടിരിക്കണേ, എന്ത് തോന്നണേ പറയും? ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും. അനക്കോ അജ്നാസ് പറയും. നമ്മളൊക്കെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ കൂടി ഒറ്റയ്ക്ക് സോളോ അടിച്ച് വന്ന ഒരാളുണ്ട് ഇവിടെ, എന്ത് തോന്നുന്നു? മുൻപ് വന്നിട്ടുണ്ടെങ്കിലും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇത്രയും ആൾക്കാരായിട്ട് വരുമ്പോ. മറ്റേ ഒറ്റയ്ക്ക് വന്നോണ്ടുള്ള ആ ഒരു ആസ്വദിക്കാൻ ഒരാളും കൂടി ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കുറവുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാരും കൂടി വരുമ്പോ ആ ഒരു എക്സൈറ്റ്മെന്റ് തോന്നുന്നുണ്ട്. ഫസ്റ്റ് എനിക്കത് തോന്നാ പറഞ്ഞേറ്റേ. ശരിക്കും ഞാൻ വിചാരിച്ച താജ്മഹലിക്കുള്ള വൈപ്പ് അതെങ്ങനെയല്ലായിരുന്നു. എൻ്റെ സ്വപ്നത്തിൽ വേറെ വലിയൊരു എന്തോ ഒരു വീതിയൊക്കെ ചെയ്തു. നമ്മൾ ആ ഇന്ത്യ ഗേറ്റൊക്കെ പോയപ്പോഴല്ലേ ഒരുപാട് ഭയങ്കര സെറ്റപ്പ്. പക്ഷെ ഇത് അത്ര സെറ്റപ്പ് ഒന്നുമില്ല. പക്ഷെ നല്ല കാം ആൻഡ് കൂളാണ്. അധികം ക്രൗഡഡ് ആണല്ലേ. അവിടുന്ന് വന്നപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇല്ലാത്ത പോലെ തോന്നിയിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ കുറച്ചധികം ആൾക്കാരൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നടക്കാൻ വയ്യാത്തവർക്ക് ഇവിടെ ഉള്ള നല്ല ആളുണ്ട്. ഇവിടെ വെച്ച് കുറേ അത് നമ്മൾ ഇന്നലെ ട്രെയിനിൽ കുറേ കുട്ടികളുണ്ട്. നമ്മൾ കുറേ നടന്ന് ഇവിടെ എത്തും. അപ്പോൾ അതാ ഇത്രയും ക്രൗഡഡ് ആട്ടോ. ഒരുപാട് ആൾക്കാരാണ്. പിന്നെ എന്തിനാ നമ്മൾ ചെരുപ്പൊക്കെ അവിടെ കൊടുക്കേണ്ട ആവശ്യം? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെ ക്യൂവിൽ നിൽക്കുകയാണ് ചെക്കിങ്ങിന് വേണ്ടിയിട്ട്, താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും എന്താണ്, ഞാൻ ഭയങ്കര ആഗ്രഹിച്ചൊരു കാര്യമാണ് താജ്മഹൽ കാണാന്നുള്ളത്. അതിൻ്റെ ഏറ്റവും അടുത്തെത്തിയിട്ടുണ്ട്. കുറേ നടക്കാണ്ടാവുകയാണെങ്കിൽ അവിടെ കാണാതാണ് താജ്മഹൽ തോന്നുന്നത് കേട്ടോ. താജ്മഹലിൻ്റെ ഇടത് ഇവിടെയൊക്കെ കാണുമ്പോൾ നമ്മൾ താജ്മഹൽ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല. ഇവിടെയൊക്കെ അതിൻ്റെ ഓരോ സാധനങ്ങളാണ്. നടന്ന് ഒരുപാട് ദൂരം നടന്ന് വന്ന് അപ്പോൾ അതാ എത്താനായിക്കണേ. അതാണ് നമ്മൾ ഇതുവരെ കണ്ട ഗേറ്റ്. ഇതാണ് കാണാൻ പോണേ. ഞാൻ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഓവറാകുന്നുണ്ട് ഞാൻ. ആണുണ്ടാ മെയിൻ റോട്ടിൽ നിന്ന് അത്യാവശ്യം നടക്കാനുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് യാത്ര ചെയ്തൊക്കെ അല്ലേ. പക്ഷേങ്കിൽ ഇവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും ഇതാ അജിനാസിൻ്റെ സെയിം ഫേസ്. എല്ലാവരും ഭയങ്കര ചിരിച്ച് ഇങ്ങനെ ഭയങ്കര ആഗ്രഹിച്ച് നിൽക്കുന്ന കാര്യമല്ലേ. നല്ല നട്ടുച്ചക്കാണ് വന്നത്. പക്ഷെ അത്ര വെയിലൊന്നുമില്ല. യമുന നദിക്കരയിൽ വെണ്ണക്കല്ലിൽ തീർത്ത ഒരു സ്വപ്നം പോലെ താജ്മഹൽ. പ്രണയത്തിന്റെ ഈ സ്മാരകം കാണുമ്പോൾ ഷാജഹാന്റെയും മുംതാസിന്റെയും ആ വലിയ പ്രണയകഥ നമ്മുടെ ഉള്ളിൽ തെളിയും. വെളിച്ചത്തിനനുസരിച്ച് നിറം മാറുന്ന താജ്മഹലിന്റെ ഭംഗി നേരിട്ട് പോയി അനുഭവിക്കുക തന്നെ. താജ്മഹലിന്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. ഐ ആം സോ എക്സൈറ്റഡ്. കാണുന്നുണ്ടോ?
നോക്കാനുണ്ട് താജ്മഹലാണ് കാണുന്നത്. നമ്മൾ മെയിൻ ഗേറ്റ് കടന്ന് താജ്മഹലിലേക്ക് നടക്കുമ്പോൾ അടുത്തേക്ക് ചെല്ലും തോറും താജ്മഹൽ ചെറുതായി ആയിട്ട് വരുന്നതായിട്ടാണ് തോന്നുക. സാധാരണ അടുത്തേക്ക് പോകുമ്പോൾ വലുതായിട്ടല്ല വരുന്നത്, പക്ഷേങ്കിൽ ഇത് ചെറുതായിട്ടാണ് വരുന്നത്. മുഗൾ വാസ്തുവിദ്യയിലെ ഒരു അത്ഭുതമാണിത്. അങ്ങനെ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഓരോ സ്റ്റെപ്പും വെച്ചുകൊണ്ട് നടക്കുകയാണ് ഞാൻ. അടിപൊളി 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 അടിപൊളി. അങ്ങനെ ഞാൻ സ്വപ്നം കണ്ട താജ്മഹലിലേക്കുള്ള യാത്രയാണ്. താജ്മഹലിൻ്റെ ചുറ്റുപാടും എങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു വെള്ളവും ആളുകളൊക്കെ അവിടെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. നമ്മൾ മോർണിംഗിൽ വന്നാലുള്ളൂ ആളുകൾ അധികമൊന്നും ഇല്ലാതെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി സാധിക്കും. അതൊക്കെ നല്ല തിരക്കായിട്ടുണ്ട്. എന്നാലും സാരമില്ല. താജ്മഹൽ നോക്കി കമ്പിയിലിരിക്കുന്ന ഒരാളെ കണ്ടു. ശരിക്കും എന്താ തോന്നണേ? ഇർഷാദ് ഇവിടെ ഇരുന്ന് ആ ഒരു എന്താണ് ഇത് യാഥാർത്ഥ്യമാണോ എന്ന് സ്വയം നുള്ളി നോക്കുകയാണ്. മറ്റുള്ള ടീമൊന്നും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അവരൊക്കെ അവിടെ ഇവിടേക്ക് ഫോട്ടോ എടുത്ത് നിൽക്കുകയാണ്. താജ്മഹലിന് ചുറ്റുമുള്ള 4 മിനാരങ്ങൾ ശ്രദ്ധിച്ചാൽ അവ നേരെ നിൽക്കുന്നതായി തോന്നും. എന്നാൽ അവ പുറത്തേക്ക് അല്പം ചെരിഞ്ഞാണ്, അതായത് 1.5 ഡിഗ്രി ചെരിഞ്ഞാണ് നിൽക്കുന്നത്. ഇതൊരു സുരക്ഷാ ക്രമീകരണമാണ്. ശക്തമായ ഭൂകമ്പം ഉണ്ടായാൽ ഈ മിനാരങ്ങൾ പ്രധാന കെട്ടിടത്തിന്റെ മുകളിലേക്ക് വീഴാതെ പുറത്തേക്ക് പതിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. എത്രത്തോളം ഭംഗിയുണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ടോ? അടിപൊളിയായിട്ട് ഡിസൈനിങ് ഒന്നും പറയാനുള്ള. ഇതൊക്കെ അത്രത്തോളം ഭംഗിയാണെങ്കിൽ നമ്മൾ ഒറിജിനൽ താജ്മഹൽ എത്രത്തോളം ഭംഗിയാവും അന്ന് സൂം ചെയ്ത് കാണിച്ചിട്ട് അത് ആ സൈഡൊക്കെ ഒന്ന് അത്ര അടിപൊളി ഡിസൈൻസാണ്. അന്നത്തെ ഒരു കാലത്ത് ഇത്രത്തോളം മനോഹരമായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും. അന്ന് ഇത്രത്തോളം ഫെസിലിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എത്ര ഇതിനൊക്കെ എങ്ങനെ പറയാം. എന്തുകൊണ്ടാണ് താജ്മഹൽ ലോകാത്ഭുതമായത്? എന്തുകൊണ്ടാണ് അത് നമുക്ക് ഇവിടെ വന്നാൽ മനസ്സിലാവും. എന്തുകൊണ്ടാണ് താജ്മഹൽ ലോകാത്ഭുതമായത് എന്നുള്ളതിന് ഫസ്റ്റ് ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകണം. ഇതിൻ്റെ ജസ്റ്റ് ഈ ഭാഗം തന്നെ കാണുമ്പോഴുള്ളൊരു ബ്യൂട്ടിഫുൾ ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് എത്രത്തോളം ഉണ്ടാവും ഒന്ന് കണ്ടുനോക്കണം. നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിൽ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിരിക്കും. ശരിക്കും ഇതൊക്കെ എന്നോ വന്ന് കാണേണ്ട ഒരു സംഭവം എന്നുള്ളതാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഓടി നമുക്ക് പോയി കണ്ടേക്കാം. നമ്മളെ സന്തോഷത്തിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. സൈസ് എത്രത്തോളം നമുക്ക് മനസ്സിലാവുണ്ടാവും. അങ്ങനെ ഫൈനലി ഇതാ ഞാൻ താജ്മഹൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ അത്രത്തോളം എക്സൈറ്റഡ് ആണ്. ഫ്രീ ആയി കിടക്കുന്നുണ്ട്. കണ്ടോ, ഇത് ഇതിൻ്റെ ഇത്ര ഹൈറ്റ് ഉള്ളൂ. അതായത് ഇതിൻ്റെ തറൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ആ സ്ക്വയർ ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ ഒരു ഹൈറ്റിങ്ങൊക്കെ ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. ശരിക്കും ഒരു 2 നില ബിൽഡിങ്ങിൻ്റെ അത്രത്തോളം ഹൈറ്റ് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഓരോ മൈന്യൂട്ടായ കാര്യങ്ങളും ഡീറ്റെയിൽ ചെയ്ത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ പുറത്ത് തന്നെ നമുക്ക് ഇഷ്ടംപോലെ കാഴ്ചകൾ കാണാനുണ്ട്. എല്ലായിടത്തും നോക്കിയാലും ഓരോ സംഗതികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നോക്കാൻ അത്രക്കും ഉണ്ട് കേട്ടോ. നമുക്ക് എത്രത്തോളം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് അതൊന്നും എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ എന്നാലും ഞാൻ അത്രത്തോളം എന്തൊക്കെയോ പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരുപാട് ആഗ്രഹിച്ച് കാട്ട് കെട്ടിയൊരു മുതലാണിത്. ഞാനൊക്കെ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് താജ്മഹൽ ഇത്ര ലോകാത്ഭുതം എന്നാൽ എത്രങ്ങാനും കൺട്രികളിൽ നിന്ന് എഴുന്നത്തിലെടുത്തുന്ന ഒന്നെങ്കിലും സ്പെസിഫൈ ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം എന്തോ ഒരു സംഗതി ഇതിലുണ്ടല്ലോ. അത് കണ്ടിരിക്കേണ്ട നമുക്ക് കൂടി ഒരു ഉത്തരവാദിത്തമാണല്ലോ. നമ്മളൊരു ഇന്ത്യക്കാരനായിട്ട് ഇങ്ങനെ താജ്മഹൽ വന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കയറാൻ സ്പെഷ്യൽ ഫീസ് ഉണ്ട്. 200 റുപ്പീസ് എടുത്താലേ ഉള്ളിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത്രയും ദൂരം വന്നിട്ട് ഉള്ളിലേക്ക് കയറിയില്ലെങ്കിൽ മോശമല്ലേ. എന്തായാലും ഞാൻ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. വരും. ഉള്ളിലേക്ക് ചപ്പൽ അലൗഡ് അല്ല. അപ്പോൾ കാൽമല്ലാരും അങ്ങനെ ഒരു ഷൂ കവർ ചെയ്തുകൊണ്ടാണ് വരുന്നത്. പുറത്ത് 20 രൂപയ്ക്ക് അങ്ങാണ്ട് വാങ്ങാൻ കിട്ടും. ഞാൻ ഷൂ കവർ വാങ്ങിയിട്ടുണ്ടായില്ല. ഷോക്സ് ഇട്ടുകൊണ്ടാണ് ഉള്ളിലേക്ക് കയറിയത്. ഉള്ളിലേക്ക് കയറാൻ താല്പര്യമില്ലാത്ത ഫ്രണ്ട്സ് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ കയ്യിൽ ഷൂസ് കൊടുത്തിട്ടാണ് ഞാൻ ഉള്ളിലേക്ക് കയറിയത്. താജ്മഹലിന്റെ വെണ്ണക്കല്ലിന് പകൽ സമയത്തിനനുസരിച്ച് നിറം മാറാനുള്ള കഴിവുണ്ട്. പ്രഭാതത്തിൽ ചെറിയൊരു പിങ്ക് നിറത്തിലും ഉച്ചയ്ക്ക് തിളങ്ങുന്ന വെളുത്ത നിറത്തിലും സന്ധ്യാസമയത്ത് സ്വർണ്ണ നിറത്തിലുമാണ്. അത് പൗർണമി രാത്രികളിലാണെങ്കിൽ ഇളം നീല നിറം. ഷാജഹാൻ ചക്രവർത്തി മുംതാസിനോടുള്ള തന്റെ പ്രണയത്തിന്റെ വിവിധ ഭാവങ്ങളെ സൂചിപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള വെളിച്ചം പ്രതിഫലിക്കുന്ന കല്ലുകൾ തിരഞ്ഞെടുത്തതെന്ന് പറയപ്പെടുന്നു. അങ്ങനെ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. ഈ സ്റ്റെപ്പൊക്കെ മരത്തിന്റെ സൗണ്ടാണ് കേട്ടോ. മരത്താൽ നിർമ്മിച്ചാലും തോന്നുന്നുണ്ട്.
ഫോട്ടോ എടുക്കാൻ കഴിവില്ല, പക്ഷെ എനിക്ക് പറ്റുന്ന പോലെ എടുത്തു. പൊതുവെ ഒരു മൂടിയ കാലാവസ്ഥയാണ്, അതുകൊണ്ട് തന്നെ ലൈറ്റ് പോണതിന് മുമ്പ് മാക്സിമം ഫോട്ടോസ് എടുക്കുക എന്നുള്ളതായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. അവർ പുറത്തൊക്കെ നിന്നിട്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. താജ്മഹലിലെ എല്ലാം കൃത്യമായ അളവിലും സിമെട്രിയിലുമാണ് പണിതിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം മാത്രം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. മുംതാസിൻ്റെ ശവകുടീരം കൃത്യം മധ്യസ്ഥാനത്താണ്, എന്നാൽ ഷാജഹാന്റെ ശവകുടീരം ഒരു വശത്തേക്കായിട്ടാണ് ഇരിക്കുന്നത്. ശരിക്കും താജ്മഹലിന്റെ ഭംഗി വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ പോലും സാധിക്കുന്നില്ല. യമുന നദിക്കരയിലെ മണലിൽ ഇത്രയും ഭാരമുള്ള കെട്ടിടം എങ്ങനെ നിൽക്കുന്നു എന്നത് ഇന്നും ഒരു അത്ഭുതമാണ്. ഭീമാകാരമായ കിണറുകൾ നിർമ്മിച്ച് അതിൽ കല്ലും മണ്ണും നിറച്ചാണ് അടിത്തറ പണിതിരിക്കുന്നത്. കൂടാതെ വെള്ളത്തിൽ കിടന്നാൽ കൂടുതൽ കരുത്ത് ലഭിക്കുന്ന എബണി എന്ന പ്രത്യേകതര തടിയും ഇതിന്റെ അടിത്തറയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. യമുനയിലെ വെള്ളം ഈ തടിയെ എപ്പോഴും നനവുള്ളതാക്കി നിലനിർത്തുന്നു. പൂർണ്ണമായും വെളുത്ത മാർബിളിൽ നിർമ്മിച്ച ഇതിന്റെ പണി പൂർത്തിയാക്കാൻ ഏകദേശം 22 വർഷമെടുത്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 20,000-ഓളം തൊഴിലാളികൾ ഇതിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ഇതിന്റെ വാസ്തുവിദ്യയിലെ സിമിട്രി അതിശയിപ്പിക്കുന്ന ഒന്നാണ്. പ്രധാന കെട്ടിടത്തിന്റെ 4 വശങ്ങളും ഒരേപോലെയാണ്. ഇതുവരെ താജ്മഹൽ വന്നിട്ട് കാണാത്ത മനോഹരമായ കാഴ്ചകളാണ്. ഫുൾ നെല്ലിക്ക. മോനെ, താജ്മഹലിന്റെ ചുറ്റുപാട് നമ്മൾ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാണാൻ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. അതിൽ കണ്ടൊരു മനോഹരമായ കാഴ്ചയാണ് ഒരു നെല്ലിക്കാത്തോട്ടം. ഫുൾ നെല്ലിക്കാത്തോട്ടം എന്ന് വെച്ചാൽ അത്രയും ഒരുപാടുണ്ട് കേട്ടോ. എന്താ പറയുക, അത്രയും മനോഹരമായിരുന്നു. അത് കണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഓറഞ്ചിൻ്റെ തോട്ടം. അതിലും ഓറഞ്ച് നിറയെ കാഴ്ച നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചോട്ടും മുമ്പോട്ട് പോയപ്പോഴാണ് സപ്പോട്ടേൻ്റെ തോട്ടം. അങ്ങനെ നിരവധി തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ താജ്മഹൽ ചുറ്റി കാണുന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. താജ്മഹൽ എല്ലാ വെള്ളിയാഴ്ചകളും ക്ലോസ് ചെയ്തിടാറുണ്ട്. അവിടെ പ്രത്യേക പ്രാർത്ഥനകളും മറ്റും നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. മറ്റു ദിവസങ്ങളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവേശിക്കാവുന്നതുമാണ്. കണ്ണു നിറച്ച് താജ്മഹൽ കണ്ടതിന് ശേഷം അടുത്തതായി നമ്മൾ പോകുന്നത് ആഗ്ര ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. താജ്മഹലിന്റെ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിൽ അധികം തിരക്കുണ്ടായിരുന്നു. വലിയ ക്യൂ നിന്നിട്ടായിരുന്നു ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത്. അക്ബർ ചക്രവർത്തിയാണ് 1565 ഈ കോട്ടയുടെ പണി തുടങ്ങിയത്. പിന്നീട് ഷാജഹാൻ ചക്രവർത്തി ഇതിൽ മനോഹരമായ വെണ്ണക്കൽ കൊട്ടാരം കൂട്ടിച്ചേർത്തു. ഏകദേശം 94 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കോട്ട കേവലം ഒരു കോട്ടയല്ല, മറിച്ച് മുഗൾ രാജാക്കന്മാർ താമസിച്ചിരുന്ന ഒരു കൊട്ടാര സമുച്ചയം കൂടിയാണ്. ചുവന്ന മണൽക്കല്ല് ഉപയോഗിച്ചാണ് പ്രധാനമായും ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലാൽ കില അല്ലെങ്കിൽ റെഡ് ഫോർട്ട് എന്ന് വിളിക്കുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഈ കോട്ട. താജ്മഹൽ പ്രണയത്തിന്റെ സ്മാരകമാണെങ്കിൽ ആഗ്ര ഫോർട്ട് മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രതാപത്തിന്റെയും അധികാരത്തിന്റെയും അടയാളമാണ്. ഷാജഹാൻ ചക്രവർത്തി തന്റെ അവസാന കാലം താജ്മഹൽ നോക്കി കരഞ്ഞു തീർത്ത ആ മുസമ്മൽ ബുർജ് കാണുമ്പോൾ ശരിക്കും നമ്മുടെ ഉള്ളൊന്ന് വിങ്ങും. ചരിത്രവും കലയും ഇത്രയധികം ഇഴചേർന്ന മറ്റൊരു കോട്ട ഇന്ത്യയിൽ വേറെ ഉണ്ടാകില്ല. കോട്ടയ്ക്കുള്ളിലെ ചില കൊട്ടാര മുറികളിൽ മൂലയിൽ നിന്ന് വളരെ പതുക്കെ സംസാരിച്ചാൽ പോലും എതിർവശത്തുള്ള മൂലയിൽ നിൽക്കുന്ന ആളുകൾക്ക് അത് വ്യക്തമായി കേൾക്കാൻ സാധിക്കും. ശത്രുക്കളുടെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയായിരുന്നു ഇത്തരമൊരു നിർമ്മാണ ശൈലി. ആഗ്രയിലെ കഠിനമായ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ മുഗൾ രാജാക്കന്മാർ ഒരു ചെറിയ വിദ്യ ഉപയോഗിച്ചിരുന്നു. കൊട്ടാരത്തിന്റെ ഭിത്തികൾക്കിടയിൽ ചെറിയ വിടവുകൾ ഉണ്ടാക്കി അതിലൂടെ യമുന നദിയിലെ തണുത്ത വെള്ളം ഒഴുക്കിവിടുമായിരുന്നു. ഇത് ഭിത്തികളെ എപ്പോഴും തണുപ്പുള്ളതായി നിലനിർത്തി. ഇന്നത്തെ AC പോലെ അക്കാലത്ത് അവർ ഈ സംവിധാനം ഉപയോഗിച്ചു. മുസമ്മർ ബുർജിലെ ദാരുണമായ ഒരു കഥ പറയാം. ആഗ്ര കോട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. ഷാജഹാൻ ചക്രവർത്തിയെ അദ്ദേഹത്തിന്റെ മകൻ ഔറംഗസീബ് 8 വർഷത്തോളം തടവിലാക്കിയത് ഇവിടെയായിരുന്നു. വെളുത്ത വെള്ളക്കണ്ണിൽ നിർമ്മിച്ച ഈ കൊട്ടാരത്തിന്റെ ബാൽക്കണിയിൽ ഇരുന്നാൽ യമുന നദിക്കപ്പുറമുള്ള താജ്മഹൽ വ്യക്തമായി കാണാം. തന്റെ പ്രിയതമയുടെ സ്മാരകം നോക്കി കരഞ്ഞുകൊണ്ടാണ് ഷാജഹാൻ തന്റെ അവസാന കാലം ഇവിടെ ഇരുന്ന് ചെലവഴിച്ചിരുന്നത്. ഇതായിരുന്നു ഷാജഹാൻ അന്ന് നോക്കിയിരുന്നു എന്ന് പറയപ്പെടുന്ന വിൻഡോ. അതിലൂടെ നോക്കുമ്പോൾ നമുക്കും താജ്മഹൽ കാണാൻ വേണ്ടി സാധിക്കും. കണ്ടോ, അവിടെയാണ് ആ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ മനോഹരമായ ആഗ്ര ഫോർട്ടും താജ്മഹലും എല്ലാം നമ്മൾ കണ്ടു തീർത്തിട്ടുണ്ട്. ഏകദേശം സമയം വൈകുന്നേരത്തോട് അടുത്തിരുന്നു. എന്നാലും നമ്മൾ ആസ്വദിച്ചാണ് കണ്ടു തീർത്തത്. ഒരുപാട് ടൈം എടുത്ത് ആസ്വദിച്ച് തന്നെയാണ്, പതിയെയാണ് എല്ലാം കണ്ടു തീർത്തത്. എല്ലാ മുക്കും മൂലയും അരിച്ചു പൊറുക്കി കണ്ടിട്ടുണ്ടായിരുന്നു. ആഗ്ര ഫോർട്ടിന്റെ ഫുൾ വീഡിയോ ആണ് ഇത്. ആഗ്ര ഫോർട്ടിൽ നമ്മൾ ഇറങ്ങി അടുത്തതായി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു മാർക്കറ്റിലേക്കാണ്. അവിടെ അനവധി ഷോപ്പിംഗ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് പോയി നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ടായിരുന്നു. നിരവധി വെറൈറ്റി ഫുഡ് നമുക്ക് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്നൊരു ഫുഡ് സ്ട്രീറ്റും കൂടി ഇരുന്നത്. നമ്മൾ അവിടെയും കുറച്ച് സമയമൊക്കെ ചെലവഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇന്ന് തന്നെ മടക്കമുണ്ട് കേട്ടോ. ഇന്ന് തന്നെ നമ്മൾ നേരെ ഡൽഹിയിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ ആഗ്ര. നമുക്ക് ഡൽഹിയിലെത്തിയിട്ട് അടുത്ത വ്ലോഗിൽ വീണ്ടും കാണാം. See you. ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് ടൈം നോക്കി നമ്മൾ അടുത്തതായിട്ട് പോയിട്ടുള്ളത് തൊട്ടടുത്തുള്ളൊരു ചായക്കട തേടിയിട്ടായിരുന്നു. ഒരു ചായയും കുടിച്ച് അവിടെ ഇരുന്നു.